ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ ബർത്ത്ഡേ തലേന്നത്തുള്ള പരിപാടികളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജേഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ രാജേഷിൻ്റെ ഫ്രണ്ടും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിധിക്കുട്ടിക്ക് ദച്ചു ചേച്ചിയുടെ വക ഹാപ്പി ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് വരച്ച് സ്വന്തമായി ഡ്രോയിങ് ചെയ്തിട്ട് ഇതാ കൊടുത്തേക്കുന്നതാണ്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും വന്ന നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ കുറച്ച് വ്ലോഗ് എടുക്കാന്ന്. അപ്പൊ അതിന്റെ വ്ലോഗാണിത്. അപ്പൊ എല്ലാരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണിച്ചു തരാം. ഹലോ, അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മെയിൻ ഗസ്റ്റായ ദച്ചൂസ് എത്തിയിട്ടുണ്ട്. അപ്പോ ദച്ചൂസിന് എന്താ പറയാനുള്ളത് പറയൂ. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അശ്വതി അനന്തും വ്ലോഗ്. എല്ലാവരും കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ പീക്കിരിന്റെ കേട്ടാ. ഓക്കെ. ഹലോ ഗയ്സ്, അപ്പൊ ഇന്ന് ഇവിടെ ഒരു ഡാൻസ് ഉണ്ട്. ഇന്ന് ഡാൻസ് ഉണ്ട്. ഓക്കെ, ഡാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി സ്റ്റേജിലാണ്. അപ്പൊ ഇത് വീട്ടിൽ തന്നെയാണ്. ഇതിനും ലൈക്ക് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കാന്താരി മുളകിന്റെ അമ്മ അശ്വതി. എന്റെ റൂം കാണിച്ചു തരാം. ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. അപ്പം ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. പിന്നെ സ്ഥലങ്ങളൊക്കെ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇതാണ് അടുക്കള. അല്ല, ഇതാണ് അടുക്കള. അതാണ് ഇത് ഇവിടുത്തെ രണ്ട് അമ്മമാര്. പിന്നെ ഇവിടുത്തെ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇതൊരുമ്മ, അതൊരു അമ്മ. ഞാൻ ഇവിടുത്തെ സ്റ്റേജ് കാണിച്ചു തരാം. ഇതൊന്നും അല്ല ഗൈസ്, ഇത് ഫ്രണ്ടിലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് സ്റ്റേജ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ടിങ് ടിങ് അടിക്കണേ. എനിക്കറിയാം ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒന്ന് അടിച്ച്. തിരുപ്പൂരിൽ നിന്ന് നമ്മുടെ അനിയൻ്റെ ഫ്രണ്ടായ നമ്മുടെ ചന്ദ്രു അനിയൻ ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് ബർത്ത്ഡേ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടാ മാമൻ്റെ സുത്തുപ്പണ്ണാണോ? തലവത്തി പറയണം. തുപ്പാക്കിന്ന് തിരുപ്പൂരിൽ നിന്ന് വന്ന് അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ദച്ചൂസ് കുഞ്ഞിപ്പണ്ട് കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദക്ഷിക എന്നാണ് പേര്, വീട്ടിൽ ദച്ചു എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ദച്ചുകൂട്ടൻ്റെ അതിന് അമ്പാടിയാണ്. എന്താ വല്യമ്മയുടെ കൂടെയൊക്കെ അമ്പാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീസും കൂടി അവിടെ നിന്ന് മൊബൈൽ കാണലൊക്കെ ആയി. പിന്നെ ഇവിടെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂമ്മയും മേമയും വല്യമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂമ്മയാണ് സ്പെഷ്യലായിട്ട്, പൊന്നൂമ്മയുടെ വകയാണ് ഇന്നത്തെ ചിക്കൻ കറി. ഇത്തിരി കാണിച്ചു കൊടുക്ക, അവനും കൂടി കാണിക്ക് തെച്ചു. അതാ തന്നെ മോളി. അപ്പോൾ നമ്മുടെ കാന്താരിയുടെ അച്ഛനാണ്, അതാണ് ആനന്ദ് കേട്ടോ. അപ്പോൾ മോനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ എല്ലാവരും പപ്പായൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി മമ്മം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കുട്ടീസ് മമ്മൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും കറിയും ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
കണ്ട അമ്മ നിങ്ങൾ ബസ് കാണിക്കണത്. നിധിയെ വിളിക്ക്. നിധിയെ ഇതാ ബോള് പറ. ബോള് ഇതാ ബോള്. നിധിയെ അമ്പാടി ബോള് തന്നത് പിച്ചാൻ പറ്റൂലേ? ചേട്ടൻ ബോള് തരുന്നത് ഇതാ ബോള്. അമ്മാവ പോണില്ല ഏട്ടാ. എത്ര പല്ലുണ്ട് നോക്കട്ടെ, എത്ര പല്ലുണ്ട് നോക്കട്ടെ. ഈ കാഴ്ച അമ്പാടിന്റെ പല്ലെണ്ണട്ടെ ആന്റി. ഈ പല്ല് കാണാനില്ല. 4 പല്ലേ ഉള്ള നോക്കട്ടെ. 4 പല്ലേ ഉള്ളൂ. പല്ല് കാണാനില്ലല്ലോ. ഈ കാണിക്ക്. കുഴപ്പമില്ല, അറിയുന്നത് കളിക്കാം. റിഹേഴ്സലാണ് ഗൈസ്. ബർത്ത്ഡേകള് കണ്ട് വിലയിരുത്തുകയാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് എന്തെങ്കിലും മേടിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും രാജേഷേട്ടനും കൂടി പാലക്കാട് വന്നത്. അപ്പോൾ പാലക്കാട് ഞങ്ങളിപ്പോൾ ജോബീസ് മാളിലുള്ള ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് എന്തൊക്കെ മേടിക്കാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കളക്ഷൻസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മൾ ആ ഉദ്ദേശിച്ച സാധനം ഇപ്പം ഇവിടെ അങ്ങനെ കിട്ടിയില്ല. ഒന്ന് തിരിഞ്ഞു നോക്കോ ഗൈസ്, ഒന്ന് തിരിഞ്ഞു നോക്കോ. ബർത്ത്ഡേ ഗേൾ നിധിക്കുട്ടി. നിധിക്കുട്ടിയുടെ ചേച്ചിക്കുട്ടി മമ്മൊക്കെ കൊക്കാണ്. ചേച്ചിക്ക് നാളെ സ്കൂളുണ്ട്, അതുകൊണ്ട് ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല. വൈകുന്നേരം അതുകൊണ്ട് വരികയുള്ളൂ അല്ലേ? നിധിക്കുട്ടി അങ്ങനെ നമ്മുടെ അസ്നയ്ക്ക് ക്ലാസ് ഫോട്ടോ സ്കൂളിൽ എടുക്കുന്നതുകൊണ്ട് അന്നത്തെ ദിവസം പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഗൈസ്. അങ്ങനത്തെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്നത് അവിടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്റ്റേജ് ഡെക്കറേഷനുള്ള ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ആ ചെറിയച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെറിയമ്മ അതെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അമ്പാടിയുടെ അടുത്ത് പൊന്നമ്മ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൊന്നമ്മന് വെറുതെ ഇങ്ങനെ അടിക്കാൻ പോണപോലെയൊക്കെ കാണിക്കുകയാണ്. പൊന്നമ്മ ആക്ഷൻസൊക്കെ കാണിക്കും. ഹലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ അലർന്നു കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ 1ാം മാസം മുതൽ 12ാം മാസമുള്ള ഫോട്ടോഷൂട്ട് നിങ്ങൾക്ക് റീ അറേഞ്ച് ഒന്നുകൂടി കാണിക്കാൻ പോവാണ്. നമ്മുടെ അനിയത്തിക്കുട്ടി അമ്മൂസ് കുറച്ച് താത്തി പിടിക്കും. 1 2 3 4 5 6 കുഴപ്പമില്ല 7 8 9 10 11 12 1. ഹാപ്പി ബർത്ത്ഡേ നിധിക്കുട്ടി, അഡ്വാൻസ്. കുട്ടിയൊക്കെ കാണുന്നുണ്ട്. ആ മൊബൈലൊക്കെ മാറ്റി വെക്കി. കുട്ടിയുടെ ബർത്ത്ഡേ കാർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ അത് കുഴപ്പമില്ല. ഇതാ കാണിച്ചു കൊടുക്ക്. ഞാനും നീ തെച്ചും കൂടിയുള്ള ഫോട്ടോ ഇതാ. അവനെ സങ്കടം. ഞങ്ങളുടെ എല്ലാ ഫോട്ടോയും നമ്മൾ കാർഡ് അടിച്ചിട്ടുണ്ട്. സൂപ്പർ ഫോട്ടോ. ആ പിന്നെതാ അനിയത്തിപ്രാവും കുറുമ്പൻസും പോടാ. അപ്പോൾ അവ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെടുത്തു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസി അവിടെ സ്റ്റേജ് വർക്ക് ഡെക്കറേഷൻസ് ഒക്കെ. ഓക്കെ, കളർ ചേഞ്ച്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പൻ്റെ ബർത്ത്ഡേക്കുള്ള സ്റ്റേജ് ഡെക്കറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ തന്നെയായിരുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ സ്റ്റേജ് ഡെക്കറേഷൻ നമ്മൾ
ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റായ കുട്ടികളുടെ എല്ലാ ഫംഗ്ഷൻസിനും അവർ ഈ ഡെക്കറേഷൻ ചെയ്യും. അപ്പോൾ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് കുറേ ബ്രാഞ്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് സെർച്ച് ചെയ്യണേ. നമ്മൾ ട്രെയിൻ കയറി 1-ാം വയസ്സിലേക്ക് എത്തുകയാണ്. ട്രെയിനിൽ പോവുകയാണ്. ഇത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. 12 മണി കഴിഞ്ഞാൽ 1-ാം വയസ്സിലേക്ക് എത്തി. ടാറ്റാ നിധി, ഇതാ ചേച്ചി വിളിക്കണോ? കുഞ്ഞു ബാബ അപ്പോൾ ഈ ബെസ്റ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കമ്പനിയിൽ ബർത്ത്ഡേ ബലൂൺസ് ഡെക്കറേഷൻസും ബർത്ത്ഡേ കിഡ്സിൻ്റെ ഗെയിംസുകൾ, ബർത്ത്ഡേ ആങ്കറിങ്, ബർത്ത്ഡേ കേക്ക്സ്, സെൽഫി ഫോട്ടോ കോർണർ, ഹൈഡ്രജൻ ബലൂൺ, നൂലുകെട്ട് ഡെക്കറേഷൻ, മാജിക് ഷോ, അങ്ങനെ എല്ലാ ഐറ്റംസും അവർ നമ്മൾ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 to 12 വരെ അതൊക്കെ അവർ നമുക്ക് സെറ്റാക്കി തരും. നിധിക്കുട്ടി ഡാൻസ് കളിക്കുന്ന കണ്ടാ? ഉറക്കില്ല കളിക്കുകയാണ്. പാട്ട് വയ്ക്കാൻ പറയും. സമയം എത്രയായി പറഞ്ഞിട്ട്? 10 മണിയായി. 10 മണിയായിട്ട് ഇവിടെ പിറന്നാൾ കുട്ടി ഉറക്കില്ല. ഓണം വന്നാലും വിഷു വന്നാലും പിറന്നാൾ വന്നാലും എനിക്ക് കഞ്ഞി നിർബന്ധമാണ് എന്ന് പൊന്നുമ്മ. ഇപ്പോൾ ഉറങ്ങിയുള്ള സമയം ഇപ്പോൾ കറക്റ്റ് 12 മണിയാണ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിപ്പണേ. അപ്പോൾ വീഡിയോക്കെ വൈകിയേ വരും കേട്ടോ. അവിടെ ദാസ് എല്ലാവരും ഉറങ്ങിട്ടോ. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻസ് ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലൂണൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫൈനൽ ഇതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. എങ്ങനെ നമ്മൾ പറയുന്ന മോഡലിൽ പറയുന്ന പോലെ അടിപൊളിയായി സെറ്റ് ചെയ്ത് തരും. ഇതാണ് സ്റ്റേജിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ലൈറ്റ് കിട്ടപ്പോൾ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാം അവർ സെറ്റാക്കും, ഗെയിം ഉൾപ്പെടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പറും എല്ലാം ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം, 9496754321. അപ്പം നമ്പറും ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയണത്. എനിക്ക് എന്നാൽ ഭയങ്കര ഇഷ്ടമായി. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക അടുത്ത പാർട്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ, ബൈ.